Hello everyone, welcome all to Amazing English with Anisha. In today's class, we will discuss about difference between me and I in a sentence. ഒരു സെന്റൻസിൽ me അതുപോലെ I വരുമ്പോൾ എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ്, മീനിങ്ങിലും വരുന്ന ഡിഫറൻസ് എന്താണ്? Here in this first sentence, Sita and I are going to play football. ഇവിടെ സീത ആൻഡ് ഐ ആണ് യൂസ്, സീത ആൻഡ് മീ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് സീത ആൻഡ് ഐ ആർ ദ സബ്ജക്ട്. ഇതാണ് സബ്ജക്റ്റ്, എന്താണ് ഒബ്ജക്റ്റ്, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതാണ്. ഓക്കെ, അപ്പം സബ്ജക്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ഐ യൂസ് ചെയ്തു. പകരം സീത ആൻഡ് മീ എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. വി കാൺ സേ സീത ആൻഡ് മീ ആർ ഗോയിങ് ടു പ്ലേ ഫുട്ബോൾ, അങ്ങനെ പറയാൻ പറ്റും. ഇൻ ദ നെക്സ്റ്റ് സെന്റൻസ്, will you drive Sita and me to the playground? സെക്കൻഡ് സെന്റൻസിൽ എന്താണ് ചോദിക്കുന്നത്? സീതയും എന്നെയും പ്ലേ ഗ്രൗണ്ട് വരെ കൊണ്ടുപോകാമോ? അവിടെ നമ്മൾ മീ യൂസ് ചെയ്തു. ഇതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സീതയും മീയും സീത മീ ഇത് ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് ആരാണ്? യു ആണ് ഇവിടെ സബ്ജക്റ്റ്. ഇത് ഒബ്ജക്റ്റ്, സീതയും മീയും ഒബ്ജക്റ്റ് ആണ്. സോ സീത ആൻഡ് ഐ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. അതുകൊണ്ട് നമ്മളിവിടെ മീ യൂസ് ചെയ്തു. ഓക്കെ, ദെൻ അതർ എക്സാമ്പിൾസ്. ഹി ലവ്സ് മീ. ഹി ലവ്സ് മീ. ഇവിടെ നമ്മൾ ഹി ലവ്സ് ഐ എഴുതത്തില്ല, ഹി ലവ്സ് ഐ എന്ന് എഴുതത്തില്ല. ഹി ലവ്സ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ഇവിടെ നോക്കി, ഇവിടെ സബ്ജക്റ്റ് ഹി സബ്ജക്റ്റ്, ലവ്സ് എന്ന് പറയുന്നത് വെർബ്, മീ എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഐ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് പ്രോനൗൺ ആണ്. ഒബ്ജക്റ്റ് പ്രോനൗൺ ആണോ? അല്ല. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നമുക്ക് ഐ എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. പകരം എങ്ങനെ എഴുതണം? He loves me. Then Veena gave me a pen. Veena gave I a pen. ഇവിടെ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സെന്റൻസ്? ഏതാണ്? വീണ ഗേവ് മീ എ പെൻ. ഇതാണ് റൈറ്റ്, ഇത് റോങ്. എന്തുകൊണ്ടാണ്? ഇത് എന്താണ്? ഒബ്ജക്റ്റ് ആണ് അല്ലേ? ഒബ്ജക്റ്റ് ആയതുകൊണ്ട് അവിടെ എന്താ ഐ എഴുതാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തെറ്റാണ്, ഐ എഴുതരുത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. ദെൻ നെക്സ്റ്റ്, നമുക്ക് ഇനി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് ഇപ്പം ഐ ഹാവ് എ ഫ്രണ്ട്, ഹർ നെയിം ഈസ് സീത. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ പേര് സീത എന്നാണ്. അപ്പൊ സീതയും ഞാനും ഫ്രണ്ട്സ് ആണ് എന്ന് നമുക്ക് പറയണം. അതെങ്ങനെ എഴുതും? ഐ ആൻഡ് സീത ആർ ഫ്രണ്ട്സ്. ഇങ്ങനെയാണോ എഴുതേണ്ടത്? അതോ സീത ആൻഡ് ഐ ആർ ഫ്രണ്ട്സ് ഇങ്ങനെ എഴുതണം? ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ? നമുക്ക് പലപ്പോഴും എഴുതുമ്പം കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്. ഐ ആണോ ആദ്യം വരേണ്ടത്, അതോ എന്താ സീത ഫ്രണ്ടിന്റെ നെയിമാണോ ആദ്യം വരേണ്ടത്? ഇവിടെ നമ്മൾ നോക്കുന്ന ഒരു കാര്യം, നമ്മളൊരു സെന്റൻസിൽ നമ്മളെക്കുറിച്ചും എന്താ അതുപോലെ വേറൊരു വ്യക്തിയെക്കുറിച്ച് റിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ലാസ്റ്റ് പറയണം. അതായത് അപ്പൊ ഇതിലേതാണ് കറക്റ്റ്? ഐ ആൻഡ് സീത ആർ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ എഴുതരുത്. പകരം എങ്ങനെ എഴുതണം? സീത ആൻഡ് ഐ ആർ ഫ്രണ്ട്സ്. അതായത് ഇഫ് യു ആർ റിഫറിംഗ് ടു അവർ സെൽഫ് ആൻഡ് അതർ പേഴ്സൺ ഇൻ എ സെന്റൻസ്, ഓൾവേസ് പുട്ട് അവർ സെൽഫ് ലാസ്റ്റ്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് ഗ്രാമറിലെ റൂളാണ്. പിന്നെ ഇവിടെ ഐ തന്നെ വരണം ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ അതിപ്പോ ഐ ആണോ മീ ആണോ എന്നുള്ളത് നമ്മൾ ആ സെന്റൻസിൽ ഏത് സബ്ജക്റ്റ് ആയിട്ടാണോ വരുന്നത്, ഒബ്ജക്റ്റ് ആയിട്ടാണോ വരുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വേറൊരു എക്സാമ്പിൾ എഴുതാം. ടീച്ചർ called Geeta
ആൻഡ് മീ. ടീച്ചർ കോൾഡ് ഗീത ആൻഡ് മീ. ഇവിടെ നമ്മൾ വേറെ പേഴ്സണെ കുറിച്ച് പറയുന്നുണ്ട്. ആ പേഴ്സൺ നെയിം തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ആണ്. ഇവിടെ മീ എന്നാ പറഞ്ഞത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മീ ഇവിടെ അത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ആയതുകൊണ്ട്, ഒബ്ജക്റ്റ് ഫോമിലായതുകൊണ്ട് മീ എന്ന് എഴുതി. ഇവിടെ ഫസ്റ്റ് ഇവിടെ എന്താണ് ഐ എന്ന് പറഞ്ഞ എന്താണ്, ഇത് സബ്ജക്റ്റ് ആണ്. Then other example, Veena took me to the library. Veena took me to the library. ഇവിടെയും ഏതാണ്, ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് ഏതാണ്, വീണ. വീണ സബ്ജക്റ്റ്, ഇവിടെ ടീച്ചർ സബ്ജക്റ്റ്. സെക്കൻഡ് സെൻസിൽ വീണ took me to the library. വീണയാണ് സബ്ജക്റ്റ്. വീണ സബ്ജക്റ്റ് ആണ്, ഇവിടെ മീ ഇത് ഒബ്ജക്റ്റ് ആണ്. വീണ took me to the library. സബ്ജക്റ്റ് ഒബ്ജക്റ്റും ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് കേട്ടോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പോയി കാണുക. പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയുന്നുള്ള ആ ഒരു ടോപ്പിക് എടുത്ത സമയത്ത് ഞാൻ ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് ഒന്ന് പോയി ആ വീഡിയോ എടുത്തൊന്ന് നോക്കുക. ഓക്കെ, പിന്നെ ഇനി അടുത്തത് ഈ മീ വരുന്നത് ഒരു സെന്റൻസിൽ പ്രിപ്പോസിഷൻ വരികയാണെങ്കിൽ ആ പ്രിപ്പോസിഷന് ശേഷം നമ്മൾ മീ യൂസ് ചെയ്യും. യൂസ് മീ ആഫ്റ്റർ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷന് ശേഷം മീ യൂസ് ചെയ്യും. പ്രിപ്പോസിഷൻസ് ഒക്കെ എന്താണെന്നറിയാവോ? ഞാൻ പാർട്ട് ഓഫ് സ്പീച്ച് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് പ്രിപ്പോസിഷൻ ഏതൊക്കെയാണെന്ന്. ഇന്ന്, ഓൺ, അറ്റ്, ഓവർ, എക്സെട്ര, ഇതെല്ലാമാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം. അർജുൻ സ്മൈൽഡ് അറ്റ് മീ. Here in the sentence, Arjun is a subject and smiled എന്ന് പറയുന്നത് verb ആണ്. Smiled at me. ഇവിടെ preposition എന്ന് പറയുന്നത് ഏതാണ്? At ആണ് preposition. അതുകൊണ്ട് എന്താ, അർജുൻ സ്മൈൽഡ് അറ്റ് മീ എന്ന് എഴുതുള്ളൂ. അർജുൻ സ്മൈൽഡ് അറ്റ് ഐ എന്ന് എഴുതത്തില്ല, തെറ്റാണ്. ഐ എന്ന് എഴുതാൻ പാടില്ല, പകരം എങ്ങനെ എഴുതണം, അറ്റ് മീ. ഇത് റൂളാട്ടോ. മീ പ്രിപ്പോസിഷൻ സെന്റൻസിൽ പ്രിപ്പോസിഷൻസ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ ലാസ്റ്റ് വരുന്നത് ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യത്തില്ല. പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഐ യൂസ് ചെയ്യത്തില്ല. Then another example, he poured water on me. He poured water on me. ഇവിടെ പ്രിപ്പോസിഷൻ ഏതാണ്, ഓൺ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ. അതുകൊണ്ട് മീ യൂസ് ചെയ്തു. അപ്പോൾ ഐയ മീയ ഇതെങ്ങനെയാണ് സെന്റൻസിൽ വരുന്നത്, അത് നമ്മുടെ ഡിഫറൻസസ് എന്തൊക്കെയാണ്, ഇതെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയി തന്നെ പ്രതീക്ഷിക്കുന്നു. Then we'll meet again in my next class with another video. Thanks for watching.